തിരുവനന്തപുരം ഉള്ളൂരിൽ വയോധികയെ കെട്ടിയിട്ട് മോഷണം നടത്തിയ പ്രതി പിടിയിൽ. ബേക്കറി ജീവനക്കാരനായ മധു ആണ് പിടിയിലായത്. തനിച്ച് താമസിക്കുന്ന വയോധികയുടെ വായിൽ തുണി തിരികെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു. മനീഷ് മഹിപാലാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. മനീഷ, ഗുഡ് മോർണിംഗ്. ഇതെന്തൊരു ക്രൂരതയാണ്! പ്രായമായ ഒരു സ്ത്രീ തനിച്ച് താമസിക്കുന്നു, അവരെ കെട്ടിയിട്ട് വായിൽ തുണി തിരികെ ഇത്തരത്തിലൊരു മോഷണം. എന്ത് കഷ്ടമാണത്! ക്രിസ്റ്റീനായി സംഭവം ഉണ്ടാകുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് 2:30-ക്കാണ്. പക്ഷേ പോലീസ് ഈ വിവരം അറിയുന്നത് വൈകിട്ട് 6:30-ക്കാണ്. ഈ സംഭവം നടക്കുന്ന സ്ഥലം ഉള്ളൂരിൽ നിന്നും ആക്കുളത്തേക്ക് പോകുന്ന റോഡിൽ ആണ് ഈ ഒരു വീടുള്ളത്. ഈ വീടുള്ളതിൻ്റെ താഴെ ഒരു കടയുണ്ട്. കടയും വീടുമായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ അതായത് വീടും കടയും വാടകയ്ക്കാണ്. താഴെ കടയാണ്. താഴെ ബേക്കറിയിൽ മധു എന്ന ആളുടെ ഒരു ബേക്കറി വാടകയ്ക്ക് നടത്തുകയാണ്. മുകളിലാണ് ഉഷാകുമാരി, 63 വയസ്സാണ്. അവൾ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. മക്കളുമായി അകത്ത് കഴിയുകയാണ്. ആ സമയത്താണ് ഈ ബേക്കറിയിൽ നടത്തുന്ന ജീവനക്കാരനായ മധു ഉച്ചയ്ക്ക് 2:30 കൂടി തന്നെ ഇവർ ഊണ് കഴിച്ച് ഉറങ്ങുന്ന സമയത്ത് ഇവരെ അവിടെ കെട്ടിയിട്ടു. ആദ്യം കെട്ടിയിട്ട ശേഷം പിന്നീട് വായിൽ തുണി തിരികെ കയറ്റി. കഴുത്തിലുണ്ടായിരുന്ന 1.5 പവൻ്റെ മാലയും ഒപ്പം തന്നെ 1/2 പവൻ്റെ മോതിരവും ഇയാൾ അവിടെ നിന്ന് അപഹരിച്ചു. അവിടെ നിന്നും അപ്പോൾ തന്നെ തിരുവനന്തപുരം ചാല മാർക്കറ്റിലെത്തി അത് വിറ്റ പണം ഇയാൾ അത് അക്കൗണ്ടിലേക്ക് മാറ്റി. മറ്റൊരാളുടെ സുഹൃത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ആ പണം മാറ്റി വൈകിട്ട് 6:30യോടുകൂടി തന്നെ ഉഷാകുമാരിയെ തിരക്കി ഒരു സുഹൃത്ത് വന്ന സമയത്താണ് ഇവരെ കെട്ടിയിട്ട് വായിൽ തുണി തിരിക്കുന്ന നിലയിൽ കാണുന്നത്. അങ്ങനെ മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി. ഈ ജീവനക്കാരൻ മധു ആണെന്ന് പറയുന്നു. മധു പക്ഷേ സ്വാഭാവികമായ ഒരു വ്യത്യാസവും ഇല്ലാതെ കട നടത്തുകയാണ്. താനല്ല അത്, അവർക്ക് മാനസിക പ്രശ്നമുണ്ട്, അവർക്ക് തോന്നിയതാകാമെന്ന് മധു പോലീസിനോട് മൊഴി നൽകുന്നു. അങ്ങനെ പക്ഷേ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ CCTV ഒക്കെ പരിശോധിച്ച് മധുവിനെ രാത്രി 10 മണിയോടുകൂടി തന്നെ ഈ മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു. ഇയാൾ പുലർച്ചെ വരെയും ഈ മോഷണ വിവരത്തെ സംബന്ധിച്ച് കുറ്റസമ്മതം നടത്തിയില്ല. പക്ഷേ ഇയാളെ സംബന്ധിച്ചുള്ള മറ്റ് CCTV തെളിവുകളടക്കം ശേഖരിക്കുകയും ബാങ്ക് അക്കൗണ്ട് ഇടപാടുകളൊക്കെ തന്നെ പരിശോധിക്കുകയും ചെയ്തതിൽ ഇയാളുടെ സുഹൃത്ത് അക്കൗണ്ടിലേക്ക് പണം മാറ്റിയത് പോലീസ് കണ്ടെത്തിയെ തുടർന്ന് രാവിലെ ഇയാൾ കുറ്റസമ്മതം നടത്തി. നിലവിൽ മെഡിക്കൽ കോളേജ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. എന്തായാലും ആ മാനസിക പ്രശ്ന ആരോപണം CCTV എന്തായാലും തകർത്തു. ആ ഒരു തെളിവുണ്ടായത് നന്നായിരുന്നു. ആ പ്രായമുള്ള സ്ത്രീക്ക് മാനസിക പ്രശ്നമാണെന്ന് ഇയാൾ ചോദ്യം ചെയ്യലിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. CCTV ദൃശ്യം ഉണ്ടായിരുന്നല്ലോ, അത് കള്ളം പറയില്ലല്ലോ. ഇല്ലല്ലോ. അതെ.